നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 അഡ്മിഷൻ എടുത്ത BA സോഷ്യോളജി വിഭാഗത്തിലെ ഫോർത്ത് സെമ്മിലെ BA സോഷ്യോളജിയിലെ ഫോർത്ത് സെമ്മിൽ അവർക്ക് വരുന്ന സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ എക്സാംസ് ഒക്കെ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് ഒക്കെ. അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ബ്ലോക്ക് വൈസും അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് എടുക്കുന്നതിലൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു മൊത്തത്തിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ആ ഒരു ഹോൾ സബ്ജക്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിലുള്ള ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് എളുപ്പത്തിൽ ഇപ്പം ഒരു രൂപരേഖ കിട്ടും. ആ ഒരു പാഠം ഇനിയും നമ്മൾ പഠിച്ചു തുടങ്ങാത്തവർക്കൊക്കെ പെട്ടെന്ന് ഒന്ന് പഠിച്ചെടുക്കാനും ഓർമ്മിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പേരാണ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. അപ്പൊ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നതിൽ വരുന്നതിൽ ആദ്യത്തെ ബ്ലോക്ക് വരുന്നുണ്ട്. അതില് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആകെ വരുന്നത് ബ്ലോക്ക് 5 ആണ് വരുന്നത്. 5 ബ്ലോക്സ് ആണ് നമുക്ക് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ തന്നെ പോകേണ്ടതുകൊണ്ട് നമുക്ക് ഓരോന്നും വളരെ എളുപ്പത്തിൽ തന്നെ പറഞ്ഞു പോവാം. അപ്പൊ ബ്ലോക്ക് 1-ൽ ഫസ്റ്റ് വരുന്നത് ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നാണ് ബ്ലോക്കിന്റെ പേര് വരുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് വൈസ് അല്ല, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. അതില് ആ ബ്ലോക്ക് 1-ൽ വരുമ്പോ ഹൗ വാസ് ഇന്ത്യ ഇമാജിൻഡ്, അതായത് ആഫ്റ്റർ ബിഫോർ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യ ഒരു സ്റ്റാഗ്നന്റ് സൊസൈറ്റി, അതായത് സ്റ്റാഗ്നന്റ് മനസ്സിലാൽ മാറ്റമില്ലാത്തൊരു സൊസൈറ്റി ആയിട്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയെ കണ്ടിരുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ മുന്നേ. അതാണ് അവർ ചിത്രീകരിച്ചത് ഇന്ത്യയെ അങ്ങനെയായിരുന്നു. അതായത് ഒരു പണ്ഡിതന്മാർ ഇന്ത്യയെ ആത്മീയവും എന്നാൽ വളരെ പിന്നോക്കവുമായൊരു വളരെ പിന്നോക്കമായിട്ടുള്ള ഒരു നാടാണ്, പക്ഷെ ആത്മീയതയിൽ ഉള്ള ഒരു നാട് എന്നുള്ളതായിരുന്നു കണ്ടിരുന്നത്. അപ്പം ഗാന്ധിയും ഈ പറഞ്ഞ പോലെ ഗാന്ധിയും അംബേദ്കറും തമ്മില് നാഷണൽ ഒരു നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് രണ്ടുപേർക്കും അവരുടേതായ ഒരു എന്താ പറയാ ഒരു ധാരണ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഇന്ത്യ, എങ്ങനെ ആവണം എന്നുള്ളത് അവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഗാന്ധി പറയുന്നത്, മഹാത്മാഗാന്ധി പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളാണ് നമ്മളുടെ നാടിന്റെ, അതായത് ഭാരതത്തിന്റെ നട്ടെൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പൊ ഗ്രാമങ്ങളിൽ അടിസ്ഥാനമാക്കിയ രാമരാജ്യം ആണ് അദ്ദേഹം എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഗ്രാമങ്ങളിലാണ് എല്ലാം നമ്മളുടെ ഇന്ത്യ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. പക്ഷെ അംബേദ്കർ അങ്ങനെയല്ല പറഞ്ഞത്. ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞത് അത് വിവേചനത്തിന്റെ ഒരു സ്ഥലമാണ്, പല വിവേചനങ്ങളുള്ള ഒരു സ്ഥലമാണ് ഗ്രാമങ്ങൾ. അദ്ദേഹം പറഞ്ഞത് നമ്മളെ ദളിത് വിഭാഗക്കാരുണ്ട്, അവർക്കൊക്കെ നീതി ലഭിക്കാനൊക്കെ നമുക്ക് നഗരവൽക്കരണമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിയമപരമായ അവകാശങ്ങളൊക്കെ അത് എല്ലാവർക്കും വേണമെന്നാണ് അദ്ദേഹം വാദിച്ചത്. കാരണം ഗ്രാമങ്ങളിൽ ഉണ്ടെങ്കിലും അവിടെ വിവേചനം എപ്പോഴും ഉണ്ട്. അതുപോലെ ദളിത് വിഭാഗക്കാർക്ക് എപ്പോഴും അവരെ എപ്പോഴും പിന്നോക്കമായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അപ്പൊ നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് ഗാന്ധിജി എതിർത്തിരുന്നത് ഗ്രാമങ്ങളാണ് എന്തുകൊണ്ടും നല്ലത്, ഗ്രാമങ്ങളാണ് നമ്മുടെ ഭാരതത്തിന്റെ നട്ടെല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ രണ്ടുപേർക്കും രണ്ട് രീതിയിലായിരുന്നു അതിനെപ്പറ്റി ഒരു നമ്മളുടെ നേഷൻ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവും എന്ന് വിശ്വസിച്ചിരുന്നത് രണ്ടുപേരുടെയും അവരുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഒരു ഹൗ വാസ് ഇന്ത്യ ഇമാജിൻഡ് നമ്മളുടെ ആഫ്റ്റർ ബിഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിലാണ് വരുന്നത്. നമ്മളുടെ കൊളോണിയൽ, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചിരുന്നത് എങ്ങനെയാണ്, ആത്മീയമായിട്ടുള്ള ഒരു നാടാണ്, പക്ഷെ അതില് പിന്നോക്കമായിട്ടും ഉള്ളൊരു നാടാണ് എന്നാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അതായത് മാറ്റമില്ല, നമ്മുടെ നാടിന് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാത്ത ഒരു സ്റ്റാഗ്നന്റ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതിൽ പറയുകയാണെങ്കിൽ, അത് ബ്ലോക്ക് 2-ൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം സൊസൈറ്റി ഇൻ ഇന്ത്യയിൽ തന്നെ വരുന്നതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. അതിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ കുടുംബം, അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുത്വം, ഗോത്രങ്ങളൊക്കെ ഇല്ലേ, ഗോത്രങ്ങൾ എന്നിവയിലൊക്കെ മാറ്റങ്ങളുണ്ട്. നമുക്ക് പലതിലും മാറ്റങ്ങൾ, അതായത് ഫാമിലി, ഇപ്പം ഒരു ഫാമിലി പറയുകയാണെങ്കിൽ അതിൽ ഫാമിലിയും മാരേജും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജോയിന്റ് ഫാമിലിയിൽ നിന്നും ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള മാറ്റം അത് പ്രധാനമാണ്.
പക്ഷെ ചിലപ്പോൾ നമ്മൾ ജോയിന്റ് ഫാമിലിയിലുള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ പിന്നീട് ഇപ്പം മാരേജ് കഴിഞ്ഞ ശേഷം, വിവാഹത്തിന് ശേഷം പലരും പോകുന്നത് ന്യൂക്ലിയർ ഫാമിലിയിലേക്കായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു കാര്യമാണ് മരുമക്കത്തായം. നമ്മളിപ്പോൾ അത് കേൾക്കാറില്ല, പണ്ടുണ്ടായിരുന്നതാണ്. മരുമക്കത്തായം പോലുള്ള സമ്പ്രദായങ്ങൾ പണ്ട് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മളെ കൂട്ടുകുടുംബത്തിൽ ഉണ്ടായിരുന്നതാണ് മരുമക്കത്തായം എന്നുള്ളൊരു സമ്പ്രദായം. അതിൽ തന്നെ ബന്ധുത്വം എന്നുള്ളത് മറ്റൊന്നായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിൽ നമ്മളെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പുറത്തു നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അതില് ഒരു എന്താ പറയാ, സൗത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾക്കൊരു ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം, അതായത് നമ്മളിപ്പോ മുറപ്പെണ്ണ് എന്നൊക്കെ പറയും, ആ മുറപ്പെണ്ണൊക്കെ അനുവദനീയമായിരുന്നു. പക്ഷെ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല. സ്വന്തം ഗ്രാമത്തിന് പുറത്തു നിന്ന് തന്നെ നമ്മൾ വിവാഹം ചെയ്യണം എന്നായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ ബന്ധുത്വം എന്നുള്ള രീതിയിൽ അതാണ് വന്നിരുന്നത്. അപ്പം ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഒരു മാറ്റം പ്രധാനമാണെന്ന് നമ്മുടെ ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം കുടുംബം ഒക്കെ പറയുമ്പോൾ, ഫാമിലിയും മാരേജ് ഒക്കെ പറയുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ് പണ്ട് ഈ ഒരു ജോയിന്റ് ഫാമിലിയുടെ വെച്ചിട്ട് നമ്മളെ മരുമക്കത്തായം എന്നുള്ള സമ്പ്രദായം. അത് പണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, അതായത് മുറപ്പെണ്ണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അവരെ തന്നെ കല്യാണം കഴിക്കുക, ബന്ധുക്കൾ തമ്മിലുള്ള ഒരു വിവാഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരില് നമ്മളുടെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് അല്ല ഉണ്ടായിരുന്നത്. അവർക്ക് വേറെ ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യണമെന്നാണ് അവരുടെ ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രൈബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പറയുമ്പോൾ ഗോത്രവർഗക്കാർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ സാമൂഹിക രീതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നവര് നമ്മളുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ രീതി തന്നെ മാറിയിട്ടുണ്ട്. അവർക്ക് പണ്ട് കാലത്തെ ഉള്ള പോലെയല്ല. നമ്മളുമായിട്ട് സൊസൈറ്റിയിലൊക്കെ സമ്പർക്കത്തിൽ വരുമ്പോൾ അവരുടെ തനിമയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്, പണ്ടത്തെ പോലെ അല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് സാമൂഹിക ശ്രേണീകരണം. ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തെ പല തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് ഉള്ളത്. ഒന്ന് നമ്മളൊരു കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള രീതിയിലും ആണ് ആദ്യമായിട്ടുള്ള ഒരു തിരിച്ചിരിക്കുന്നത്, പല തട്ടുകളിൽ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം എന്നൊക്കെ കൊണ്ട് പറയുന്നത്. ജന്മം കൊണ്ട് നമ്മൾ എന്താണോ ജനനം കൊണ്ട് നമ്മൾ ഏതിലേക്കാണോ വരുന്നത് അതായിരിക്കും നമ്മളുടെ മതമായിട്ട് തീരുമാനിക്കുന്നത്, അല്ലെ? മതം ഇതിലാണോ നമ്മൾ ജനിക്കുന്നത്. അപ്പൊ എന്നും വിവാഹവും രാഷ്ട്രീയം എന്നിവയിലൊക്കെ നമ്മൾ ജാതി എന്ന് പറയുന്ന വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലെ? ജാതി ഒരു ഇതെല്ലായിടത്തും ഉണ്ട്. അതായത് പൊളിറ്റിക്കൽ പരമായിട്ടാണെങ്കിലും നമ്മുടെ വിവാഹത്തിലൊക്കെ ആണെങ്കിലും. അതുപോലെ തന്നെ കാസ്റ്റ്, ഏത് വർഗമാണ്, അതല്ലെങ്കിൽ ക്ലാസ് ഏത് വർഗമാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ നോക്കിയിട്ടാണ് അത് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അല്ലെ? ഇന്ത്യയിലെ ജാതിയും വർഗവും ഒക്കെ എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. കാസ്റ്റും ക്ലാസും ഒക്കെ ഒരു കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും കിടക്കുന്നുണ്ടാവുകയാണെങ്കിൽ ബ്ലോക്ക് 6 സോഷ്യൽ ചേഞ്ചസ് ആൻഡ് മൊബിലൈസേഷനിലെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുകയാണെങ്കിൽ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സമൂഹത്തിൽ നമ്മള് സ്ഥാപനങ്ങള്, മൂല്യങ്ങള്, നമ്മളെ സോഷ്യൽ സ്ട്രക്ചറും വാല്യൂസും ഒക്കെ ജീവിത രീതിയൊക്കെ ഉണ്ടാവുന്ന ഒരു ദീർഘകാലമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളുടെ സോഷ്യൽ ചേഞ്ചസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് MN ശ്രീനിവാസന്റെ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുണ്ടാവും, വിഭാഗത്തിലുള്ള ആൾക്കാര് മേൽജാതിക്കാരുടെ ആചാരങ്ങളൊക്കെ അവര് ജീവിത രീതികളും അവരുടെ ആചാരങ്ങളൊക്കെ സ്വീകരിച്ച് അവരുടെ പദവി ഉയർത്താൻ ശ്രമിക്കുന്ന ആ ഒരു രീതിയിലാണ് അവര് സംസ്കൃതീകരണം എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ചിലര് ഒരു വെജിറ്റേറിയൻ ആവുന്നു പെട്ടെന്ന്, അതുപോലെ തന്നെ നമ്മൾ അവരുടെ സാൻസ്ക്രിറ്റ് ആയിട്ടുള്ള റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നു. അതായത് അവരുടെ അപ്പർ ക്ലാസിന്റെ കാര്യങ്ങളെല്ലാം അവര് ഇമിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ പൂർണ്ണൂല് ധരിക്കുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അവരെ ആ ഒരു ഇതിനെ പറയുന്നതാണ് സംസ്കൃതീകരണം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അവരുടെ ഉയർന്ന ജാതിക്കാരുടെ കാര്യങ്ങളെല്ലാം, ആചാരങ്ങളും ജീവിത രീതിയും ഒക്കെ അവര് താഴ്ന്ന ജാതിക്കാര് രീതിക്കുന്നു, സമൂഹ പദവി ഉയർത്താൻ വേണ്ടിയിട്ട് അവരെന്താണ് അത് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ സംസ്കൃതീകരണം എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം അതാണ് അതിൽ വരുന്നത്. ഇനി
അതില് രണ്ടാമതൊരു പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തേത് സംസ്കൃതൈസേഷൻ പറയുകയാണെങ്കിൽ മറ്റൊന്നാണ് വെസ്റ്റേണൈസേഷൻ. നമ്മളിതില് പാശ്ചാത്യ രാജ്യങ്ങൾ നമുക്കതറിയാം അല്ലെ, ഇത് തന്നെ പറയുന്നത് ഇതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എം.എൻ. ശ്രീനിവാസൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനം നമ്മൾ ഇന്ത്യയിലെ ജീവിത രീതിയിലും വിദ്യാഭ്യാസ രീതിയിലും ഒക്കെ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് അല്ലെ. പാശ്ചാത്യ രീതികൾ നമ്മൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അതിനെയാണ് ഈ പറഞ്ഞ പോലെ വെസ്റ്റേണൈസേഷൻ എന്നുള്ളത് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് വെസ്റ്റേണൈസേഷൻ ആണ്. അതായത് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ, അവരുടെ കൾച്ചറും വാല്യൂസും ലൈഫ് സ്റ്റൈലും ഒക്കെ നമ്മളുടെ പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ജീവിത രീതിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. അതും എക്സ്പ്ലെയിൻ ചെയ്തത് ശ്രീനിവാസനാണ്, എം.എൻ. ശ്രീനിവാസ് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സിങ് വെസ്റ്റേൺ ഡ്രസ്സിങ് ആണ്. അതുപോലെ ഫുഡും നമ്മൾ വെസ്റ്റേൺ ഫുഡ് കൾച്ചർ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫീച്ചേഴ്സിൽ പറയാം. അതിൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ നമുക്ക് പറയാം. ക്ലോത്തിങ്ങിന്റെ കാര്യമൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ട് നമുക്കത് പറയാം. അപ്പൊ പാശ്ചാത്യവൽക്കരണം എന്നുള്ളത് നമുക്ക് എഴുതാൻ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്. എക്സാമ്പിൾസ് വെച്ച് എഴുതും. അപ്പൊ എക്സാമ്പിൾസ് വെച്ച് എഴുതുമ്പോൾ ഏതൊക്കെ വിഭാഗം ഏതൊക്കെ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ കൾച്ചറിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ കൂട്ടി എഴുതാം, പാശ്ചാത്യവൽക്കരണം എന്നുള്ളത്. ഇനി നമ്മുടെ സംസ്കൃതൈസേഷനും അതുപോലെ തന്നെ പിന്നെ വെസ്റ്റേണൈസേഷനും തമ്മിലൊരു ചെറിയ വ്യത്യാസങ്ങൾ പറയാം. വെസ്റ്റേണൈസേഷനിൽ വരുമ്പോൾ ഇന്ത്യൻ ട്രഡീഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പർ ക്ലാസിന്റെ കാര്യങ്ങൾ നമ്മൾ ലോവർ ക്ലാസ്സുകാർ അവരുടെ സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു. പക്ഷെ മറ്റതിൽ എങ്ങനെയാണ്, വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി കാസ്റ്റ് ബേസ്ഡ് ആണ് നമ്മളെ സംസ്കൃതൈസേഷൻ വരുന്നത്. പക്ഷെ ക്ലാസ് ബേസ് ചെയ്തിട്ടാണ് വെസ്റ്റേണൈസേഷൻ വരുന്നത്. ഇനി മറ്റേത് റിച്വൽസ് ഓറിയന്റഡ് ആണ്, നമ്മൾ അവരുടെ ആചാരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു സെക്യുലർ ആയിട്ടും റേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വെസ്റ്റേണൈസേഷനിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് രണ്ടും മനസ്സിലായല്ലോ. ഇനി മറ്റൊന്നാണ് മോഡേണൈസേഷൻ. ഈ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പരമ്പരാഗത സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്ന കാര്യത്തിൽ നിന്നും ശാസ്ത്രപരമായിട്ടും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലൊക്കെ അടിസ്ഥാനമായിട്ട് അതിനൊക്കെ അടിസ്ഥാനമാക്കി ആധുനിക സമൂഹത്തിലേക്ക് മാറുന്നതിനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെയല്ല, അതിൽ നിന്നും ശാസ്ത്രപരമായിട്ടും സാങ്കേതിക വിദ്യയും അടിസ്ഥാനമാക്കിയിട്ടൊക്കെ നമ്മൾ ആധുനിക സമൂഹത്തിലേക്ക് മാറുന്നതിനെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ആധുനികവൽക്കരണം നമുക്കറിയാം. അതിന്റെയൊക്കെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അർബനൈസേഷൻ വന്നത്, എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ സെക്യുലറിസം, അതുപോലെ ജെൻഡർ ഈക്വാലിറ്റി, സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ് ഒക്കെ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ മോഡേണൈസേഷന്റെ ഒരു ഉദാഹരണമാണ് എന്ന് നമുക്ക് ആധുനികവൽക്കരണത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് ഇത് എഴുതാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിൽ റീപ്ലേസ് ചെയ്തു. പണ്ടൊക്കെ ജോയിന്റ് ഫാമിലി ആയിരുന്നു, പക്ഷെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നു. പണ്ട് വുമൻസിന് അത്ര എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റ് ഒന്നും കിട്ടിയിരുന്നില്ല. ഇപ്പൊ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ടെക്നോളജീസ് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മളുടെ ആധുനികവൽക്കരണത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം. അതും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ എസ് ഒക്കെ വരുമ്പോഴും കേട്ടോ. അതാണ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബലൈസേഷൻ വരികയാണെങ്കിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ, നമ്മൾ പല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളൊക്കെ കൂടി വർധനവിനെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്, ലോകരാജ്യങ്ങൾ തമ്മിൽ. അപ്പം ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കൊണ്ട് അതാണ്. അതിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എക്കോണമി ആണുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മളുടെയൊക്കെ നാട്ടിൽ ഇപ്പൊ അത് ഉണ്ടല്ലേ. അതൊക്കെ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായി വന്നതാണ്. നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച്, നമ്മുടെ കൾച്ചർ മറ്റേ കൾച്ചറുമായിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഡെയിലി നമ്മളുടെ ഒരു ഡിജിറ്റൽ കണക്ടിവിറ്റി ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അത് ഒരു നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്, നമ്മുടെ പാശ്ചാത്യ രാജ്യത്തെയാണ്. അതുപോലെ തന്നെ ആമസോണും ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഗ്ലോബൽ ഫാഷൻസ് നമുക്ക് ഓൾ ഓവർ നമുക്ക് പിന്നെ വേൾഡിൽ ഉള്ളതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നു. ഫുഡ് ഹാബിറ്റ്സ് കിട്ടുന്നു. അതൊക്കെ ഓൺലൈൻ ജോബ്സും ഓൺലൈൻ എഡ്യൂക്കേഷനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് മോഡേണൈസേഷന്റെ ഗ്ലോബലൈസേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് എസ്സേ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയുമാണ് ആ ഒരു ബ്ലോക്കിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം. സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. എന്താണ് സോഷ്യൽ മൂവ്മെന്റ്സ്? സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒന്നിച്ചു ചേർന്ന് സംഘടിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാണ് സോഷ്യൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആൾക്കാർ നമുക്കൊരു സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒത്തൊരുങ്ങി അതിന് വേണ്ടിയിട്ട് സംഘടിത പ്രവർത്തനങ്ങളൊക്കെ അവർ ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്കൊരു
ഇവരുടെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രസ്ഥാനങ്ങളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഐഡിയോളജി ഉണ്ടാവും, ഒരു കോമൺ ഗോൾ ഉണ്ടാവും. എന്തിനാണോ അവരത് ചെയ്യുന്നത്, അതെന്തിനേലും ഒരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഗോൾ അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതുപോലെ ഒരു ലോങ് ടേം ആയിരിക്കും അവരുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഇതാണോ ആ ഒരു പിന്നെ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ലോങ് ടേമിലേക്കായിരിക്കും ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അതിനൊരു റിസൾട്ട് കിട്ടുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് ഒരു മൂവ്മെന്റ്സ് പറയുകയാണെങ്കിൽ ദളിത് മൂവ്മെന്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനൊരു ഉദാഹരണം, അതായത് ജാതി വിവേചനത്തിനൊക്കെ എതിരായി സാമൂഹിക നീതിക്കും ഒക്കെ വേണ്ടിയിട്ട് ദളിതർ നടത്തിയ ഒരു പിന്നെ പ്രസ്ഥാനങ്ങളാണ് ദളിത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ നമ്മളുടെ സൊസൈറ്റിയിൽ ആ ഒരു ഇത് മാറി അവർക്ക് അവരുടേതായ സാമൂഹിക നീതിയൊക്കെ കിട്ടണം എന്നതിന് വേണ്ടിയിട്ട് ദളിതർ നടത്തിയതാണ് ദളിത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ലീഡർ ആരായിരുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു അതിന്റെ പിന്നെ ലീഡേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നതിൽ ഒരാള്. പിന്നെ ജ്യോതിബ ഫുലെ എന്ന് പറഞ്ഞ വ്യക്തികൾ രണ്ടുപേരായിരുന്നു അതിന്റെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ആ ഒരു ദളിത് മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മെയിൻ ആയിട്ട് അത് ഫോക്കസ് ചെയ്തതാണ് അവർക്ക് നമ്മളുടെ ഒരു സമൂഹത്തില് സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടാവണം, അവരെ മാറ്റി നിർത്താൻ പാടില്ല, ഇക്വാലിറ്റി ഉണ്ടാവണം, പൊളിറ്റിക്കൽ റിപ്രസെന്റേഷൻ അവർക്ക് ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ആൻഡ് ഡിഗ്നിറ്റി, ഇത് മൂന്നും അവർക്ക് വേണം എന്നുള്ളതായിരുന്നു അവർ മെയിൻ ആയിട്ട്. നമ്മളെ ഈക്വൽ ആയിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യണം, പൊളിറ്റിക്കൽ ഒരു റെപ്രസെന്റേഷൻ അവർക്ക് ഉണ്ടാവണം, അവരുടെ നമ്മുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഡിഗ്നിറ്റിയും ഒക്കെ അവര് ഫോക്കസ് ചെയ്തിരുന്നു. ഇത് അവർക്ക് കിട്ടാത്തതാണ്, അതെല്ലാം കിട്ടണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. ഇനി മറ്റൊന്നാണ് എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ്. നമ്മള് പിന്നെ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലൊന്നും എല്ലാ വിഭാഗക്കാർക്കും കയറാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ദളിതർക്കൊക്കെ പ്രത്യേകിച്ച് അപ്പൊ അവരെ അതിനൊക്കെ കയറ്റണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പിന്നെ സമരങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം ടെമ്പിൾ മൂവ്മെന്റ് നിങ്ങൾക്ക് എഴുതാം. റിസർവേഷൻ പോളിസീസ് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ട് എസ്സേ വരെ എഴുതാനുള്ള പോയിന്റ്സ് ഉണ്ട്. ഇനി മറ്റൊന്നാണ് അത് ദളിത് മൂവ്മെന്റ് ആണ്. മറ്റൊന്ന് പീസ് ആൻഡ് മൂവ്മെന്റ്സ്. അതായത് അതിൽ പറയുന്നത് കർഷകരാണ് ഇവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തിയത്. അതായത് കർഷക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കർഷകർ അവരുടെ അവകാശങ്ങൾക്കായി നടത്തിയ സമരങ്ങളാണ് കർഷക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് റീഫോംസ് വരുന്നുണ്ട്, ഡെപ്റ്റ് റിലീഫ്, കടക്കണിയൊക്കെ വരുന്നത്, നമ്മളെ സാധനങ്ങൾക്ക് പിന്നെ അവരുടെ ന്യായമായ വില കിട്ടണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്യൂസ് ആയിരുന്നു, കർഷകരുടെ ഇഷ്യൂസ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് അവര് സമരം ചെയ്തത്. അപ്പൊ അതാണ് പിന്നെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ കാർഷിക സമരങ്ങളുടെ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് അത് കൂട്ടിച്ചേർക്കാം നമുക്ക് ആ ഒരു ഉത്തരം എഴുതുമ്പോൾ. ഇനി മറ്റൊന്നാണ് വുമൻസ് മൂവ്മെന്റ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് സമത്വത്തിനും വേണ്ടിയിട്ട് അവർക്ക് അവരുടെ അവകാശങ്ങളും ഇക്വാലിറ്റിക്കും വേണ്ടി നടത്തിയ പ്രസ്ഥാനങ്ങളെയാണ് സ്ത്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത്, വുമൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഇതെന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഈക്വൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. വയലൻസ് അഗെയിൻസ്റ്റ് വുമൻസിന് നേരെ ഒരുപാട് വയലൻസ് വരുന്നു. അപ്പൊ ഇതൊക്കെ അവർ നേരിട്ട ഇഷ്യൂസ് ആയിരുന്നു. ഇതൊക്കെ അവർക്ക് അവരുടെ അതെല്ലാം മാറി അവർക്ക് സമത്വം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് വേണ്ടി അവർ നടത്തിയ സമരങ്ങളാണ് വുമൻസ് മൂവ്മെന്റ്, പ്രസ്ഥാനങ്ങളാണ് സ്ത്രീ പ്രസ്ഥാനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ഫീച്ചേഴ്സ് അവരുടെ ഇഷ്യൂസ് ആയിട്ട് പറയാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് സമരം നടത്തിയത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ എന്താണ് വുമൻസ് പിന്നെ നമ്മള് ആന്റി ഡൗറി മൂവ്മെന്റ്സ്, സ്ത്രീധനത്തിനെതിരെയുള്ളത്, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാം. ഇനി അടുത്തതാണ് എത്നിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം സാംസ്കാരികവും പിന്നെ ഭാഷയും തിരിച്ചറിയലും ഒക്കെ സംരക്ഷിക്കാൻ നടക്കുന്ന, നമ്മളുടെ ഭാഷയും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാൻ നടക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വംശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, എത്തിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മൾ അത് പിന്നെ ഒരുമിച്ച് സംരക്ഷിക്കാനും തിരിച്ചറിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് നടത്തിയതാണ് വംശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതില് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രൈബൽ മൂവ്മെന്റ്സ് നമുക്ക് എടുക്കാം. അതായത് ലാംഗ്വേജ് ബേസ്ഡ് മൂവ്മെന്റ്സ്, നമ്മുടെ ഭാഷ മലയാള ഭാഷയെ സംരക്ഷിക്കാൻ പോകുന്നതിനൊക്കെ പണ്ടുണ്ടായിരുന്നു, അതുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പിന്നെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ഹോൾ ഇതിൽ വരുന്ന കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ, എക്സാമ്പിളും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഷോർട്ട് ആൻസറിന്റെ ആണെങ്കിലും എസ്സേ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം അത് പെട്ടെന്ന് തന്നെ എന്താ പറയാ
പിന്നെ മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി ആ ഒരു ബ്ലോക്ക് 6ന്റെ ഒന്ന് ക്വിക്കായിട്ട് പറയാൻ പോയിന്റ്സ്. സാൻസ്ക്രിറ്റൈസേഷൻ വന്നു, അത് SN ശ്രീനിവാസ് ആയിരുന്നു എഴുതിയത്. വെസ്റ്റേണൈസേഷൻ വന്നു, അതായത് കൊളോണിക്കൽ ഇൻഫ്ലുവൻസ്, വെസ്റ്റേണൈസേഷൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ. മോഡേണൈസേഷൻ വരുമ്പോൾ നമ്മുടെ ടെക്നോളജി ഒക്കെ മാറി അല്ലെ, ടെക്നോളജി ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ഇന്റഗ്രേഷൻ, പല രാജ്യങ്ങളും തമ്മിൽ നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായി. സോഷ്യൽ മൂവ്മെന്റ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്ന പ്രസ്ഥാനങ്ങളാണ് സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇത്രയും ഒരു ഷോർട്ടായിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു പിന്നെ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എക്സാമിന്റെ വളരെ കുറച്ച് സമയമുള്ളൂ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും പഠിക്കാനും എളുപ്പത്തിലുള്ള ഒരു ക്ലാസ് ആണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും നന്ദി.